എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. ക്രയോണിക്സ് എന്നാൽ എന്താണ്? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മരിച്ചുപോയ ഒരു വ്യക്തിയെ വർഷങ്ങളോ ദശാബ്ദങ്ങളോ കഴിഞ്ഞ് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്ഭുതമായി തോന്നുന്നില്ലേ? അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് ക്രയോണിക്സ് എന്ന ശാസ്ത്രശാഖ സംസാരിക്കുന്നത്. ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ ചിലർ തങ്ങളുടെ ഭാവിക്കായി ഈ രീതി തിരഞ്ഞെടുക്കുന്നുണ്ട്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താണ് ക്രയോണിക്സ്? ക്രയോണിക്സ് എന്നാൽ വൈദ്യശാസ്ത്രപരമായി മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തെയോ തലച്ചോറിനെയോ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഏകദേശം -196 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുന്ന പ്രക്രിയയാണ്. ഭാവിയിൽ വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കാനും അവർക്ക് മരണകാരണകമായ രോഗങ്ങളെ ചികിത്സിക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത്. പ്രധാന ലക്ഷ്യം ഇപ്പോഴത്തെ വൈദ്യശാസ്ത്രത്തിന് ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങളെ അതിജീവിച്ച് ഭാവിയിൽ ജീവിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരാൾക്ക് ലീഗൽ ഡെത്ത് സംഭവിച്ചാലുടൻ ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ അതിവേഗം തണുപ്പിക്കാൻ തുടങ്ങും. പിന്നീട് ശരീരത്തിലെ വെള്ളം നീക്കം ചെയ്ത് ക്രയോ പ്രൊട്ടക്റ്റൻസ് എന്ന പ്രത്യേക രാസവസ്തുക്കൾ നിറയ്ക്കുന്നു. ഇത് കോശങ്ങളിൽ ഐസ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് തടയും. ശേഷം ശരീരം ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ക്രയോജനിക് സ്റ്റോറേജ് യൂണിറ്റ്സിലേക്ക് മാറ്റുന്നു. എത്ര പേരാണ് ക്രയോണിക്സ് ഉപയോഗിക്കുന്നത്? കൃത്യമായ കണക്കുകൾ വ്യത്യാസപ്പെടാമെങ്കിലും ലോകത്ത് ഏതാനും ചില ക്രയോണിക് സ്ഥാപനങ്ങൾ ആണ് പ്രധാനമായും ഇത് നൽകുന്നത്. നിലവിൽ ഏകദേശം 500-ലധികം ആളുകൾ അവരുടെ ശരീരം മുഴുവനായോ അല്ലെങ്കിൽ തലച്ചോർ മാത്രമായോ ക്രയോ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആയിരക്കണക്കിന് ആളുകൾ ക്രയോണിക്സ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് അവർ മരിക്കുമ്പോൾ ഈ സേവനം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതൊരു ചെറിയ സംഖ്യയാണ്, കാരണം ഇത് വളരെ ചെലവേറിയതും ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെടാത്തതുമായ ഒരു പ്രക്രിയയാണ്. നമുക്ക് ഒരു ചരിത്രത്തിലേക്ക് നടക്കാം. ക്രയോണിക്സ് എന്ന ആശയം ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമാണ്. അതിനാൽ അക്ഷരാർത്ഥത്തിൽ ക്രയോണിക്സ് എന്ന പേരിൽ പുരാതന ചരിത്രമൊന്നുമില്ല. എന്നാൽ മരണത്തെ അതിജീവിക്കാനും മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാനും അനശ്വരത നേടാനും മനുഷ്യർ പുരാതന കാലം മുതൽക്കേ ആഗ്രഹിച്ചിരുന്നു എന്നതിന് തെളിവുണ്ട്. ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷൻ. പുരാതന ഈജിപ്തുകാർ മൃതദേഹങ്ങൾ മമ്മിയാക്കി സൂക്ഷിച്ചിരുന്നത് മരണാനന്തര ജീവിതത്തിൽ ആത്മാവിന് ശരീരം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു. ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ അവർ രാസവസ്തുക്കളും പ്രത്യേക പ്രക്രിയകളും ഉപയോഗിച്ചു. ഇത് ഒരുതരം ബയോളജിക്കൽ പ്രിസർവേഷൻ ആയിരുന്നു, പക്ഷെ തണുപ്പിക്കുന്ന രീതി ആയിരുന്നില്ല. പുരാണങ്ങളിലെ പുനരുത്ഥാനം. ലോകമെമ്പാടുമുള്ള പല പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ചും മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള കഥകളുണ്ട്. ഉദാഹരണത്തിന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ഹിന്ദു പുരാണങ്ങളിലെ സഞ്ജീവനി വിദ്യ, ചില പ്രാകൃത ഗോത്രവർഗങ്ങൾ തണുത്തുറഞ്ഞ മൃഗങ്ങളെക്കുറിച്ചും ചിലപ്പോൾ തണുപ്പേറിയ കാലാവസ്ഥയിൽ ആളുകൾ മരവിച്ച് പിന്നീട് ഉരുകി ജീവൻ പ്രാപിച്ചതിനെ കുറിച്ചും കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും ആധുനിക മനുഷ്യനെ ക്രയോണിക്സ് പോലുള്ള ആശയങ്ങളിലേക്ക് നയിച്ചു എന്ന് പറയാം. മരണം എന്നത് അവസാനമല്ലെന്നും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു സ്വപ്നത്തിന്റെ തുടർച്ചയാണ് ക്രയോണിക്സ്. ക്രയോണിക്സ് ഇപ്പോഴും ഒരു എക്സ്പെരിമെന്റൽ വിദ്യയാണ്. ഒരു ക്രയോ പ്രിസർവ്ഡ് വ്യക്തിയെ വിജയകരമായി പുനരുജ്ജീവിപ്പിച്ചതിന് ശാസ്ത്രീയ തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമല്ല. ശരീരം തണുപ്പിക്കുമ്പോൾ കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ ക്രയോ പ്രൊട്ടക്റ്റൻസിന്റെ അതിന്റെ ദോഷവശങ്ങൾ, ഭാവിയിൽ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയുടെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും വലിയ വെല്ലുവിളികളാണ്. എന്നിരുന്നാലും ചില ശാസ്ത്രജ്ഞരും ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയുള്ളവരും ഈ മേഖലകളിൽ പ്രവർത്തിക്കുകയും നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.